പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നത്തെ സാക്ഷ്യങ്ങളിലെ എന്നെ എല്ലാ സാക്ഷ്യങ്ങളും നല്ല നിലവാരമുള്ള സാക്ഷ്യങ്ങളായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് സാക്ഷ്യം നമ്മൾ സാധാരണ എപ്പോഴും ആരാധനയ്ക്ക് ആ സാക്ഷ്യങ്ങളിലുള്ള ദൈവിക ഇടപെടൽ പാദമുദ്രകൾ ധ്യാനവിഷയമാക്കാറുണ്ട്. നമ്മൾ ഇന്ന് ധ്യാനവിഷയമാക്കുന്നതിന് ഒരു സാക്ഷ്യം സെലീനയുടെ സാക്ഷ്യമാണ്. സെലീനയുടെ 2 മക്കൾ ഒരു മകൻ 24-ാമത്തെ വയസ്സിലും മകള് 21-ാമത്തെ വയസ്സിലും അപകടത്തിൽപ്പെട്ടു മരിച്ചു. നമുക്ക് കാൻറ്റ് ഇമാജിൻ. കുഞ്ഞുങ്ങളല്ലേ ശരിക്കും, വലിയ മക്കളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കുഞ്ഞിനെ വളർത്തി 24 വയസ്സാക്കുമ്പോൾ അല്ലെങ്കിൽ 21 വയസ്സാക്കുമ്പോൾ നമ്മൾ തന്നെ നഷ്ടപ്പെടുന്ന പോലെയുള്ള വേദനയാണ് ഉണ്ടാകുന്നത്. കാൻറ്റ് ഇമാജിൻ. ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അവരുടെ സാക്ഷ്യത്തിൽ അവരൊരു സംഭവം എഴുതിയിട്ടുണ്ട്. അവരതിവിടെ പറഞ്ഞില്ല. സാക്ഷ്യത്തിൽ അവരുടെ കൈയക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെ പറഞ്ഞില്ല. സാക്ഷ്യം വിശദീകരിച്ച ആളും അതത്രയ്ക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. വിശദീകരണങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു പോയിൻ്റ് മിസ്സായത് കൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തു പറയാൻ കാര്യം. അവരതിൽ പറഞ്ഞിരിക്കുന്നത് 2 മക്കൾ അപകടത്തിൽപ്പെട്ട് 8 മാസത്തിൻ്റെ ഗ്യാപ്പിൽ അവിടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതിൻ്റെ ഒരു അമ്മയ്ക്കും ഒരു അപ്പനും ഉണ്ടാകുന്ന തീരാത്ത വ്യാകുലങ്ങളുണ്ട്. ഈ വ്യാകുലങ്ങളെ, സഹനങ്ങളെ സഹിക്കുവാൻ ഉടമ്പടി എടുത്തപ്പോഴേ കർത്താവ് പ്രത്യേക കൃപ നൽകിയെന്ന് അവർ എഴുതി വച്ചിട്ടുണ്ട്. അതായിരുന്നു അതിൻ്റെ മെയിൻ പോയിൻ്റ്. ഭർത്താവിൻ്റെ 35 വർഷത്തെ മദ്യപാനം മാറിയത് അല്ല അവിടുത്തെ മെയിൻ പോയിൻ്റ്. അത് കാര്യമായ വിഷയം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും ഹൈലൈറ്റ് ചെയ്യണത് ഈ 2 മക്കൾ, യൗവനക്കാരായ 2 മക്കൾ കൈമോശം വരുമ്പോൾ ഇനി മക്കളില്ല അവരുടെ കുടുംബത്തിൽ. അവർ 24-25 കൊല്ലം ജീവിച്ചതിന് വെറുതെ ആയിപ്പോയി. നമുക്ക് കാണാനെങ്കിലും എവിടെയെങ്കിലും ഒരാൾ ചില പറയലേ, നീ പോയി രക്ഷപ്പെട്, നീ എൻ്റെ കൺമുമ്പിലില്ലെങ്കിലും നീ എവിടെയെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ആശ്വസിച്ചേക്കാമെന്ന് പറയാനുള്ള ആശ്വാസം പോലും ഇല്ലാത്ത രീതിയിലാണ് 2 കുഞ്ഞുങ്ങൾ പോണത്. അവരവിടെ എഴുതി വച്ചിരിക്കുന്നത് അത് നമുക്ക് രേഖയാണ്. ശരിക്കും അവരെഴുതി വച്ചിരിക്കുന്നത് ഈ 2 കുഞ്ഞുങ്ങളുടെ വിയോഗം, അതിൻ്റെ സഹനങ്ങളെ അതിജീവിക്കാൻ ഉടമ്പടി എടുത്തപ്പോൾ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിയെന്നാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയുടെ എല്ലാ മക്കൾക്കും കൃപയ്ക്കുമേൽ കൃപ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പിച്ചിട്ടുള്ള വ്യത്യസ്തമായ നിയോഗങ്ങൾ, കുടുംബത്തിന് നിരവധിയായ ആവശ്യങ്ങൾ, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ, ആധ്യാത്മിക മേഖലകളിൽ എല്ലായിടത്തും കൃപ വർഷിക്കപ്പെടട്ടെ. കൃപയ്ക്കുമേൽ കൃപ വർഷിക്കണമേ. നന്മയാൽ നിറയട്ടെ. കരങ്ങൾ വീശി എല്ലാവരും അത് ഉടമ്പടിയിലൂടെയാണ് ആ കൃപ ലഭിക്കുന്നത്.
ഇപ്പോൾ ക്രിസ്ത്യൻസ് എല്ലാവരും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വാക്കൊരു വല്ലാത്തൊരു വാക്കാണ്, കൃപയെന്നുള്ള വാക്ക്. റോസ്ലിൻ എന്താ സാക്ഷ്യപ്പെടുത്തിയത്? റോസ്ലിൻ പറഞ്ഞത് എന്താ? ഞാൻ IELTS 5 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കണ്ട്, അച്ഛൻ എന്നെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അവൾക്ക് കർത്താവെ അവൾക്ക് IELTS കവർ ചെയ്യാനുള്ള കൃപ കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. വ്യത്യാസം വരും. ബ്ലെസ്സിങ്സ് ആൻഡ് അനുഗ്രഹവും കൃപയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ചിന്തിച്ച് പ്രാർത്ഥിച്ചതല്ല, അവളുടെ തലയിൽ കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന നോട്ടാണത്. ഇങ്ങനെയാണത് വിഷയം പ്രാർത്ഥിക്കേണ്ടത്. IELTS പരീക്ഷ എഴുതി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റോസ്ലി എന്നാ പറഞ്ഞത്? എനിക്ക് റൈറ്റിംഗ് എഴുതാൻ കഴിഞ്ഞില്ല. ആ സാക്ഷ്യങ്ങൾ വീഴുന്ന രീതിയിൽ ശ്രദ്ധിക്കണം. എനിക്ക് റൈറ്റിംഗ് എഴുതാൻ പഴയതുപോലെ തന്നെ എനിക്ക് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അതെന്നെ അലട്ടിയില്ലെന്ന് പറയണില്ലേ? അതാണ് എൻ്റെ അകത്തുള്ള ഇഫക്റ്റ്. കൃപ, ഇത് ഇഫക്റ്റ് ഓഫ് ദി ഗ്രേസ് എന്ന് പറയുന്നത് അതാണ്. എന്നെ അലട്ടിയില്ല. പണ്ടൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകുമോ എന്നുള്ള അലട്ടൽ ഉള്ളിലുണ്ടാവും. അതെന്നെ അലട്ടിയില്ല. എന്നിട്ട് ഞാനെന്ത് വിചാരിച്ചു? ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിതം നീങ്ങട്ടെ. എന്ത് സുന്ദരമാണ് ആ സാക്ഷ്യത്തിൻ്റെ പോക്ക്. എന്നെ അലട്ടിയില്ല. എനിക്ക് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതെന്നെ അലട്ടിയില്ല. ഞാൻ വിചാരിച്ചു ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിതം നീങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഈ അലട്ടൽ റൈറ്റിംഗ് എഴുതാൻ കഴിയാതെ വരുമ്പോഴും ആന്തരികമായിട്ട് മനസ്സിനെ അലട്ടാത്തൊരവസ്ഥയ്ക്കാണ് അഭിഷേകമെന്ന് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സെലിൻ സിറിയക്കിന് സംഭവിക്കുന്നത്. അതാണ് 2 കുഞ്ഞുങ്ങൾ, പ്രായമുള്ള കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ട് കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോകുമ്പോഴും അതിൻ്റെ ആവി ഉടമ്പടി എടുത്തപ്പോൾ അതിൻ്റെ ആവിയും പുകയും എനിക്ക് അനുഭവിക്കാത്ത വിധത്തിൽ കർത്താവ് എനിക്ക് അഭിഷേകം നൽകി എന്ന് പറയുന്നതിന് പകരമാണ് സഹിക്കാനുള്ള കൃപ നൽകിയെന്ന് പറയണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, വേദനകൾ, സഹനങ്ങൾ അതിജീവിക്കാനുള്ള പ്രത്യേക കൃപ ഉടമ്പടിയിടുന്ന മക്കൾക്ക് നൽകുന്നതിന് അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദുരിതങ്ങളും സമർപ്പിക്കട്ടെ, എല്ലാ വിഷമതകളും സമർപ്പിക്കട്ടെ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ പ്രാർത്ഥനയാണത്. എന്താണ്? ഇവൾക്കിത് കവർ ചെയ്യാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥന. നമ്മളതിലേക്ക് വരാം. ആദ്യം സെലീന സിറിയക്കിൻ്റെ കേസ് ഹിസ്റ്ററി നമുക്ക് വചന വിചാരത്തിലേക്ക് കൊണ്ടുവരാം. ഈശോ പറഞ്ഞത് എന്താണ്? ഇങ്ങനെ മക്കൾ കൈമോശം വരുമ്പോൾ മാതാപിതാക്കന്മാർക്ക് സാധാരണ ഉണ്ടാകണ എന്താ? ഉത്കണ്ഠയാണ് ഉണ്ടാകണത്, അല്ലേ? മക്കൾ ജോലി നഷ്ടപ്പെടുമ്പോഴും ഉത്കണ്ഠയുണ്ടാവും. അവർ പരിശുദ്ധത്തെ വെക്കുമ്പോൾ ഉത്കണ്ഠയുണ്ടാവും. അവർക്ക് രോഗം വരുമ്പോഴും ഉത്കണ്ഠയുണ്ടാവും. അവരെ മരിച്ചു പോകുമ്പോഴും അതിയായ ഉത്കണ്ഠയുണ്ടാവും. സ്വാഭാവികമായും മാതാപിതാക്കന്മാർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് വരണത്? ഉണ്ടാകുന്ന വികാരം എന്താണ്? ഉത്കണ്ഠയാണ്. അതാരാ പറഞ്ഞത്? മക്കളെക്കുറിച്ച് ഉത്കണ്ഠയാണ് അമ്മയ്ക്കുണ്ടാകണമെന്ന്, മാതാപിതാക്കന്മാർക്ക് ഉണ്ടാകണമെന്ന് ആരാണ് പറഞ്ഞത്? പരിശുദ്ധ അമ്മയാണ് പറഞ്ഞത്. ഇവിടെയാണ് വിഷയം വരണത്. പരിശുദ്ധ അമ്മയല്ലേ പറഞ്ഞത്? ദേവാലയത്തിൽ വെച്ച് കാണാതെ ചെന്ന് അന്വേഷിച്ചപ്പോഴേ ഒരു ദിവസത്തെ വഴി നടന്നു പോകുന്നവർ, അല്ലേ? ഒരു ദിവസത്തെ വഴി നടന്നു പോകുന്നു. പിന്നീട് ഒരു ദിവസത്തെ വഴി കൊണ്ട് നടന്ന് തിരിച്ച് ദേവാലയത്തിൽ എത്തിയിട്ടും കണ്ടില്ല. വീണ്ടും 3-ാം ദിവസമാണ്, 48 മണിക്കൂർ വീണ്ടും കഴിഞ്ഞിട്ടാണ് യേശുവിനെ കണ്ടുപിടിക്കണത്.
അപ്പോൾ യേശുവിനോട് ചോദിക്കണ ഒരു ചോദ്യമാണ്, ഈശോ ഞങ്ങളോട് എന്താണ് നീ ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടെ, ആങ്സൈറ്റി എന്നൊക്കെറിയാം. ഉത്കണ്ഠയുടെ അവസ്ഥ അറിയാമല്ലോ. ഉത്കണ്ഠ കൂടിക്കഴിഞ്ഞാൽ ആങ്സൈറ്റി ന്യൂറോസിസ് ആയി മാറും. ആങ്സൈറ്റി ന്യൂറോസിസ് ആയി കഴിഞ്ഞാൽ പിന്നെ ജിന്നിയായി മാറും, പിന്നെ അപസ്മാരമായി മാറും. അതിൻ്റെ ഗ്രോത്ത് അതാ. ഒരു മെൻ്റൽ ഡിപ്രഷനാണ്, മെൻ്റൽ പ്രഷറാണ് സാധനം. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ തുടങ്ങണത് അങ്ങനെയാണ്. തുടങ്ങണത് ചെന്ന് അവസാനിക്കുന്നത് അപസ്മാരത്തിലാണ്. രാത്രിയൊക്കെ ചില ആൾക്കാർ പിറക്കത്തില്ലേ, കണ്ണൊക്കെ തുറന്നാലും കാണാൻ പറ്റത്തില്ല, വാവൊളിച്ചു കഴിഞ്ഞാൽ ശബ്ദം പുറത്തു വരത്തില്ല, നാക്ക് വരണ്ടു പോയി, പിന്നെ ശരീരം മുഴുവൻ തളർന്നു പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയത്തില്ല. ആങ്സൈറ്റി ന്യൂറോസിസാണ്. ഗർഭിണികൾക്കുണ്ടാവും, വിധവകൾക്കുണ്ടാവും, പരീക്ഷ എഴുതാൻ പോണ വിദ്യാർത്ഥികൾക്കുണ്ടാവും. ഇത് ഒരു കാലം കഴിയുമ്പോൾ മാറും. അത് നിങ്ങൾ പറയും ചെകുത്താൻ കുത്തിപ്പിടിച്ച പോലെ ഒന്ന് തോന്നിയെന്നൊക്കെ പറയും. എന്നല്ല സംഭവം, ന്യൂറോസിസാണ് ശരിക്കും. അപ്പോൾ ആങ്സൈറ്റി ന്യൂറോസിസാണ്. അപ്പം അതിൻ്റെ ഒരു ഭഗഭേദമാണ് അമ്മ അനുഭവിച്ചത്. ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ നഷ്ടപ്പെട്ടപ്പോഴേ ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അതാണ് ലൂക്ക 2:48 അപ്പോൾ വല്ലാത്ത ഒരു ആന്തരിക സംഘർഷമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ മകനെ കാണാതെ പോയ അമ്മയോട് ഈശോ എന്താ പറയണത്? അതാണ് സെലീനയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മകനെ കാണാതെ പോയ അമ്മയോട് ഈശോ എന്നാ പറയണത്? അതുതന്നെയാണ് സെലീന സ്ത്രീയക്കിനോട്, അതുപോലെ മക്കളെക്കുറിച്ച് വേദന കൊള്ളുന്ന എല്ലാ മാതാപിതാക്കന്മാരോടും കർത്താവിന് പറയാനുള്ളത്. എന്താ ഈശോ പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോയാൽ നമ്മൾ ആശ്വസിക്കേണ്ടത് എന്താണ്? എൻ്റെ കൺമുമ്പിൽ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. കർത്താവിൻ്റെ മുമ്പിലുണ്ടോ എന്ന് നീ ചിന്തിച്ചാൽ മതി എന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ എപ്പോഴും മാതാപിതാക്കന്മാർ വെച്ച് പുലർത്തേണ്ടത് എന്താണ്? നമ്മുടെ കൺമുമ്പിൽ ഉണ്ടോ ഇല്ലേന്നേക്കാൾ വലിയ ഉത്കണ്ഠ നമുക്കുണ്ടാവേണ്ടത് മക്കൾ കർത്താവിൻ്റെ മുമ്പിലുണ്ടോ. അതാണ്. എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ ഞാൻ? നിൻ്റെ കൺമുമ്പിലില്ലായിരുന്നു, പക്ഷേ എൻ്റെ പിതാവിൻ്റെ കൺമുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. നീ അതിനെക്കുറിച്ചാണ് ആശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് ആ കുടക്കച്ചറിലെ സാക്ഷ്യം അത്രയും വലിയ സാക്ഷ്യമായി മാറിയത്. കുടക്കച്ചറിൽ നിന്നൊരു അമ്മച്ചി സാക്ഷ്യം, ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? എന്താണ് ചേച്ചി സാക്ഷ്യം പറഞ്ഞത്? എനിക്കൊരാഗ്രഹം മാത്രമേ ഉടമ്പടി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകൻ, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. ഉടമ്പടി എടുത്തപ്പോഴും ഉടമ്പ പ്രാർത്ഥന തുടങ്ങി. അപ്പോഴെൻ്റെ മകൻ അവിടെ വന്നില്ല. അപ്പം ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ജപമാല ചെല്ലുമ്പോൾ അവസാന നിമിഷമെങ്കിലും എൻ്റെ മകൻ വന്ന് കുടുംബത്തിൽ കയറണമേ. ദാറ്റ് മീൻസ് എൻ്റെ മകൻ കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകണമേ എന്നാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പങ്കാളിത്തത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറയട്ടെ. വിശ്വാസത്തോടെ കരങ്ങൾ വീശി എല്ലാ കുടുംബങ്ങളെയും സ്പർശിക്കണമേ. കുടുംബ പ്രാർത്ഥന ശക്തീകരിക്കണമേ. അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകേണ്ടതാണ് എൻ്റെ മകൻ എന്ന് ചിന്തിച്ചാൽ
നിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന കൈമോശത്തിന് നിനക്ക് ആന്തരികമായ നിലനിൽപ്പിൻ്റെ വരം കിട്ടും. ഈ നിലനിൽപ്പിൻ്റെ വരത്തിനാണ് നമ്മൾ കൃപയെന്ന് പറയണത്. പണ്ട് ഞാനും ഒരു അമ്മച്ചും കൂടി തട്ടുപിടിക്കുമായിരുന്നു. കാര്യം അമ്മ പറഞ്ഞതാണ്, എൻ്റെ മകൻ ഒരു അവിശ്വാസിയെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മെസ്സേജ് എടുത്ത് ഞാനുടനെ അവരോട് പറഞ്ഞ് അവൾ ആരാ, രാജസ്ഥാൻകാരത്തി ആരാണ്ടനെയാണ് ഈ അമ്മയുടെ മകൻ പ്രണയിക്കണത്, അവൾ അവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ മെസ്സേജ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞ് അവൾ 2 പ്രസവിക്കുമ്പോൾ വിശ്വാസം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഞാനവിടെ പറഞ്ഞത് ഓക്കെ, ഇവിടെ കിട്ടിയ മെസ്സേജ് ഞാൻ പറഞ്ഞത് അവൾ 2 പ്രസവിക്കുമ്പോൾ വിശ്വാസം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ ഒത്തില്ല. അവർ വന്നതിനേക്കാളും വയലൻ്റ് ആയിപ്പോയി പെട്ടെന്ന്. അതെന്താ സംഭവം എന്നറിയാവാ? അപ്പോഴവൾ സ്ത്രീധനം തരാൻ കെട്ടാൻ തീരുമാനിച്ചെന്നതിൻ്റെ അർത്ഥം. അമ്മ അങ്ങനെ ചിന്തിച്ചത്. അവൾ വിശ്വാസം സ്വീകരിക്കണതൊന്നും അമ്മക്ക് പ്രശ്നമല്ല, അവളെ സ്ത്രീധനം കിട്ടുക ഇല്ല എന്നാണ് അമ്മയുടെ പ്രശ്നം. അതാണ് ഓരോ മനുഷ്യൻ്റെ ഓരോ വിഷയം, മക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുന്നതും കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്നതും രണ്ടും 2 വിഷയമാണ്. പക്ഷേ ദൈവം കൊടുക്കുന്നത് അവന് വിശ്വാസ ജീവിതമുണ്ടോ, അവൾക്ക് വിശ്വാസ ജീവിതം ഉണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടെന്നാണ് കർത്താവ് നിന്നോട് പറയുന്നത്. കൈയടിച്ച് കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ദൈവത്തിലുള്ള ആഴമായ സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. അതിനെക്കുറിച്ച് ഉത്കണ്ഠ കൂടാതെ അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാൻ ഉടമ്പടിയിൽ അഭിഷേകം സ്വീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം. ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് റോസലി റൈറ്റിംഗ് മോശമാണെന്ന് പറഞ്ഞിട്ടും എങ്ങനെയാണ് അവളത് റിസൾട്ട് വന്നപ്പോൾ റൈറ്റിങ്ങിന് കൂടി സ്കോറായി IELTS പാസ്സായത്? അവളുടെ കഴിവ് കൊണ്ടാണോ? അല്ല. അവളുടെ തലയിൽ കൈവച്ച് കൊടുത്തപ്പോൾ എന്താണ് പരിശുദ്ധാത്മ പറഞ്ഞത്? കർത്താവേ, IELTS കവർ ചെയ്യാനുള്ള ബ്ലെസ്സിങ്സ് അല്ല കൊടുക്കേണ്ടത്. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മശക്തി, ഫിസിക്കൽ ഫേവേഴ്സാണ്. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? നമ്മുടെ ഓർമ്മശക്തി ഉണ്ട്, IQ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ പഴയ ഭാഷ ഫിലോളജിയുടെ കലിബറൊക്കെ ഉണ്ട്, പ്രൊനൗൺസിയേഷനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് ബൂസ്റ്റ് ചെയ്ത് വരുന്നതിനാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. പക്ഷെ അവൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ എന്താ ചെയ്യണം? അവൾക്ക് അതിനുള്ള മെറിറ്റില്ല. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ അതിനുള്ള മെറിറ്റില്ല. മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യത. ഒക്കെ പഠിച്ചു വരാനുള്ള റൈറ്റിങ്സിന് അവൾ ഫെയിലായില്ലേ, അപ്പം മെറിറ്റില്ല. അപ്പം നമ്മൾ ഫെയിലായാൽ തന്നെയും കൃപയിൽ അതിൻ്റെ ഓപ്ഷനുണ്ട്. എന്താണുള്ളത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ആ പ്രാർത്ഥന. തലേ കൈവെക്കുമ്പോൾ എന്താ പറഞ്ഞ? കർത്താവേ, ഇപ്പോൾ IELTS കവർ ചെയ്യാനുള്ള കൃപ കൊടുക്കണമേ എന്ന്. കാര്യം പാവത്തിന് അത്രയും കലിബറില്ല. അതുകൊണ്ട് അവളുടെ പോരായ്മ അങ്ങ് നേരിട്ട് പരിഹരിക്കണമേ എന്നതിൻ്റെ അർത്ഥം. കൃപ കൊടുക്കണമേ. അവളുടെ മെറിറ്റ് കൊണ്ടല്ല, നമുക്കതാണ് ശരിക്കും ആവശ്യം പലപ്പോഴും. അതായത് നമ്മളുടെ യോഗ്യതയേക്കാളുപരി ഇപ്പോൾ എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇപ്പോൾ അമ്മ പറഞ്ഞു മെറിറ്റില്ല എന്ന് പറഞ്ഞു. അമ്മയും അങ്ങനെയാണ് പറഞ്ഞത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്കതിനുള്ള മെറിറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാലാഖ പറഞ്ഞു നിനക്കതിനുള്ള സ്പിരിറ്റ് തരാമെന്ന് പറയും. മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ സ്പിരിറ്റാണ്. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നല്ലേ പറഞ്ഞത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കതിനുള്ള മെറിറ്റ് ഇല്ല എന്നതിൻ്റെ അർത്ഥം. മെറിറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? സ്പിരിറ്റാണ് പിന്നെ ഉള്ളത്. ഉടനെ സ്പിരിറ്റിനെ കുറിച്ച് മാലാഖ പറയും. ഇപ്പോൾ 1:34 ഇതെങ്ങനെ സംഭവിക്കും? എനിക്കതിനുള്ള മെറിറ്റ് ഇല്ലല്ലോ, എനിക്കതിനുള്ള യോഗ്യതയില്ലല്ലോ. സ്വാഭാവികമായ റീസണബിളായിട്ട് ചിന്തിച്ചാൽ, യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ പുരുഷൻ്റെ സാന്നിധ്യം ഇല്ലല്ലോ എന്നാണ് പറയണത്. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ മെറിറ്റില്ലാത്ത വിഷയത്തിന് ബിബ്ലിക്കൽ സൊല്യൂഷൻ എന്താ ഉള്ളത്? ഉടനെ മാലാഖ പറയും അതായത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിലെ ആവശ്യിക്കും. അതാണ് ലൂക്ക 1:35. അപ്പോൾ
സ്പിരിറ്റിനെ കുറിച്ചാണ് പറയണേ. മെരിറ്റ് ഇല്ല എന്നുകൊണ്ട് പറഞ്ഞാൽ ഉടനെ ബൈബിൾ പറയും ഇനി നീ സ്പിരിറ്റിലേക്ക് പോകാൻ പറയും. അതിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. നമ്മുടെ മെരിറ്റ് പോണത് കൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിട്ട് സ്പിരിറ്റ് നമ്മൾ ബൂസ്റ്റ് ചെയ്യപ്പെടും. എന്നിട്ട് സ്പിരിറ്റ് തന്നെയാണ് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയാണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. അതാണ് ഇവിടെ മെരിറ്റ് മാറ്റിയിട്ട് സ്പിരിറ്റാക്കും. എന്നിട്ട് ഒരു എക്സാമ്പിൾ കൊടുക്കും. ആടെ എക്സാമ്പിൾ കൊടുക്കും. എലിസബത്തിൻ്റെ എക്സാമ്പിൾ കൊടുക്കും. എലിസബത്ത് 60% സ്പിരിറ്റും മെരിറ്റും 30% സ്പിരിറ്റുമാണ്. കാര്യം 6 മാസം വന്ധ്യായ എലിസബത്തിന് ഇത് 6-ാം മാസമാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ അമ്മ പോയി അഭിവാദനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് അവർ നിറയും. ആ സ്പിരിറ്റാണ്. എത്ര മാസമാണ്? 3 മാസം. അപ്പോൾ 6 3 9, 9-ാം മാസം അവർ പ്രസവിക്കും. അതായത് യോഹന്നാൻ മാന്താനയുടെ പ്രസവത്തെക്കുറിച്ച് പറയുന്നത് മെരിറ്റ് ആൻഡ് സ്പിരിറ്റാണ്. 6 മാസം സക്കറിയ തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി എലിസബത്തിനെ പ്രാപിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അത് മെരിറ്റാണ്. പക്ഷേ സാധാരണ ഒരു കൊച്ചിനെ കിട്ടിയിട്ട് കാര്യമില്ല. എന്താ കാര്യം? കർത്താവിന് വഴിയൊരുക്കേണ്ടവരെയാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് 30% സ്പിരിറ്റ് വരണം എൻ്റെ അകത്ത്. അതുകൊണ്ട് അമ്മയെ പറഞ്ഞു വിടണതാണ്. അമ്മയെ പറഞ്ഞു വിടണത് എന്തിനാണ്? അമ്മയുടെ അഭിവാദനത്തിൽ എലിസബത്തിൽ സ്പിരിറ്റ് നിറയണം. അങ്ങനെയാണ് നിൻ്റെ അഭിവാദനത്തിൻ്റെ സ്വരം എൻ്റെ കർണപുടങ്ങളിൽ എത്തിയപ്പോൾ തന്നെ ഗർഭത്തെ ശിശു ആത്മാവിൽ തുള്ളിച്ചാടി എന്ന് കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം അമ്മയെ ഒരു വിഷയത്തിനോട് കക്ഷി ചേർക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ ഇൻസ്പിരിറ്റഡ് ആകുകയാണ്. പറഞ്ഞ മനസ്സിലായില്ല? ഉടമ്പടിയുടെ സംഭവിക്കണത് അതാണ്. 60% മെരിറ്റിൽ പോയിട്ട് 30% സ്പിരിറ്റിലോട്ട് വരും. അത് അങ്ങനെ എലിസബത്തിൻ്റെ കുഞ്ഞിനെ കർത്താവിൻ്റെ കൃപ നിറയണത്. കാര്യം അമ്മയെ ആ അതായത് പരിശുദ്ധാത്മാവ് നിറയിക്കാൻ വേണ്ടി ഏജൻ്റായിട്ടാണ് അമ്മയെ വിടണത്. അല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ എലിസബത്തിൻ്റെ പ്രസവ ശുശ്രൂഷ എടുക്കാൻ വേണ്ടി വയറ്റാട്ടിയായിട്ട് വിട്ടതല്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ശുശ്രൂഷിക്കാൻ വേണ്ടി പോയെന്നൊക്കെ. ശുശ്രൂഷിക്കാൻ പോയെന്നുണ്ടെങ്കിൽ ആ പ്രസവം കഴിഞ്ഞാൽ പോരേണ്ടത്, 90 ദിവസം കഴിഞ്ഞാൽ പോരേണ്ടത്. ഇത് 9-ാം മാസമായപ്പോൾ തന്നെ ആൾ പോകുന്നു, ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. ദാറ്റ് മീൻസ് പ്രസവം എടുക്കാൻ പോയതല്ല. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. കൊന്തേപ്പോലും അങ്ങനെ പറയുന്നുണ്ട്, ശുശ്രൂഷിക്കാൻ പോയെന്ന്. ശുശ്രൂഷിക്കാൻ പോയതല്ല ശരിക്കും. എന്താണ്? അവളെ ഇൻസ്പിരിറ്റ് ചെയ്യാൻ പോയതാ. അത് യോഹന്നാൻ മാന്താനെയാണ് ജനിക്കാനുള്ളത്. അതുകൊണ്ട് ഇൻസ്പിരിറ്റ് ചെയ്യണം. അവിടെ മെരിറ്റ് മാത്രം പോരാ. സാധാരണ ഒരു പുരുഷൻ്റെ ഇച്ഛയെന്ന് ജനിച്ചാൽ മാത്രം പോരാ. വലിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിൻ്റെ കൃപ സൈന്യത്താലല്ല, ശക്തിയാലയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സമർപ്പിക്കുകയാണ്. കർത്താവേ, സൈന്യത്താലല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ, അത്യുന്നത ശക്തിയാൽ കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, ഉടമ്പടി സമർപ്പിച്ച പ്രാർത്ഥനകളുടെ മേൽ, ഈ ശുശ്രൂഷ ലൈവ് കണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അഭിഷേകം ചെയ്യണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഏജൻ്റാണ്, ഒരു മീഡിയമാണ്. ആരാണ്? പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെലേക്ക് അമ്മയെ കക്ഷി ചേർക്കുന്നത്. എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന പോലെ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. കാര്യം അമ്മയുടെ ഒരു രീതി നമുക്കറിയാമല്ലോ, എപ്പോഴും സഞ്ചരിച്ച് പോണ കാണാം. എവിടെ നോക്കിയാലും സഞ്ചാരമാണ്. ബൈബിളിലെ അമ്മ ആരാണ്? സഞ്ചാരിയാണ്. എവിടെ തൊട്ടാ സഞ്ചാരമാണ്. മംഗളവാർത്ത കഴിയുമ്പോൾ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് സഞ്ചരിച്ച് പോകും. പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ ബെത്ലഹേമിലേക്ക് സഞ്ചരിച്ച് പോകും. പ്രസവം കഴിയുമ്പോൾ ഈജിപ്തിലോട്ട് സഞ്ചരിച്ച് പോകും. സഞ്ചാര മധ്യയാണ് ഈശോയുമായിട്ട് അവസാനം 4-ാം സ്ഥലത്ത് കണ്ടുമുട്ടണം. എല്ലാം സഞ്ചാരി മാതാവ്.
കൃപാസനത്തിൽ അമ്മ ഉടമ്പടി ചെയ്യുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വന്ന ആൾക്കാർ സാക്ഷ്യം പറയണത് ഈ സഞ്ചാരം കൊണ്ടാണ്. ദാറ്റ് മീൻസ് അത് ഉടമ്പടി പ്രകാരമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഐ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. പരീക്ഷ കൊള്ളായാലും കോടതിയിലായാലും വീട്ടിലായാലും ഐ വിൽ കം വിത്ത് യു. ഞാൻ എൻ്റെ അമ്മയെ വിടുമെന്നതിൻ്റെ അർത്ഥം അമ്മയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടു കൂടി പരിശുദ്ധാത്മാവ് നിറക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഉടമ്പടി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ദൈവം കൂടെ വരുമെന്നുള്ള സംവിധാനമാണല്ലോ ഉടമ്പടി. ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള് അവരെല്ലാം സമർപ്പിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചുകൊണ്ടായിരിക്കും. ഇപ്പം എല്ലാ വിഷയവും നടക്കുന്നത് രണ്ട് ശക്തിയിലാണ്. ഒന്നാണ് മെരിറ്റ് ആൻഡ് സ്പിരിറ്റിലാണ്. ഇപ്പോൾ ആദത്തിനെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്താ ചെയ്തത്? അവനെ നാസികയിലേക്ക് റൂഹ സ്പിരിറ്റ് ചെയ്യണതാണ്. അപ്പോൾ അവനെ കണ്ണ് തുറക്കണത്, ശ്വസിക്കാൻ തുടങ്ങണത്. അനിമേഷനാണ് ശരിക്കും. അനിമേഷൻ പ്രിൻസിപ്പിളാണ്. ഉടമ്പടിയിൽ സംഭവിക്കുന്നത് എന്താണ്? അനിമേഷനാണ്. എവിടെയെല്ലാം നിൻ്റെ ജീവിതത്തിൽ മരയിപ്പുണ്ടോ അവിടെയെല്ലാം സ്പിരിറ്റഡ് ആയിരിക്കും. തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് സെലീന അങ്ങനെ പറയണത്? എനിക്കത് സഹിക്കാനുള്ള കൃപ കിട്ടിയെന്ന് പറഞ്ഞാൽ ഐ ആം ഗെറ്റിംഗ് ആനിമേറ്റഡ്. എനിക്ക് അതിൻ്റെ ശക്തി കിട്ടിയെന്ന അർത്ഥം. കൃപയ്ക്ക് ബൈബിൾ വിളിക്കണ വേറെ പേരെന്താ? ശക്തി എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയണത്. 2 കൊറിന്ത്യൻസിൽ എപ്പോഴും പറയത്തില്ല അച്ഛൻ 12:9 ബലഹീനതാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്താ പറയണത്? ഉടനെ നിനക്കെൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് പറയുമ്പോൾ നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അടുത്ത വാക്ക് എന്താണ്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. ഇപ്പോൾ 2 മക്കളെ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയും അപ്പനും ബലഹീനമാകും. എൻ്റെ അർത്ഥം എന്താണ്? അത്രയും ബലഹീനമാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാനുള്ള സമ്പൂർണ്ണമായ സാഹചര്യമായി കൈയിടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയിലെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. അപ്പോഴും ഈ പവറിനെ കുറിച്ച് എപ്പോഴും എൻ്റെ മക്കൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഉടമ്പടി വരുമ്പോൾ സാന്നിധ്യവും അതുപോലെ തന്നെ ശക്തിയും. ബൈബിളിലെ വാഗ്ദാനങ്ങൾ ഒന്നാണ് സാന്നിധ്യവും ശക്തിയും. എവിടെയെങ്കിലും നിങ്ങൾ ബലഹീനമായി കഴിയുമ്പോൾ നിങ്ങൾ നിശബ്ദമാകണം. പറഞ്ഞ പോലെ എവിടെയെങ്കിലും ബലഹീനമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിശബ്ദമാകണം. എന്താണ്? പെട്രോൾ അടിക്കുന്ന സമയമാണ്, ചാർജിങ് ടൈമാണ്. ചാർജിങ് ടൈമിൽ എപ്പോഴും എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നിശബ്ദമായിരിക്കണം. അപ്പം അമ്മ ചാർജിങ് ടൈമിൽ എപ്പോഴും അമ്മയ്ക്ക് നല്ലവണ്ണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജ്ഞാനമുള്ളതുകൊണ്ട് ചാർജിങ് ടൈം അറിയാം. എല്ലാ ചാർജിങ് ടൈമിലും അമ്മ എന്ത് ചെയ്യും? ഹൃദയത്തെ സംഗ്രഹിച്ച് നിശബ്ദമായിരിക്കും. അതാണ് പുൽക്കൂട്ടിൽ വൈക്കോലിൽ പെറ്റ് കിടക്കുമ്പോൾ ഏറ്റവും ബലഹീനമായ സാഹചര്യമല്ലേ? അപ്പോൾ സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ഒന്നും ചെയ്തില്ലല്ല. ആട്ടിടയന്മാർ വരുമ്പോൾ എന്താ പറയണത്? അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു. ചാർജിങ് ടൈമാണ്. കാര്യം അപ്പന് വേണ്ടി ഏറ്റവും വലിയ പ്രോജക്റ്റ് എടുത്തിരിക്കണതാണ്. അപ്പം കൂടെ നിന്ന് ശക്തീകരിക്കുന്ന സമയമാണ്. ആ ശക്തി എല്ലാം ആത്മാവിലേക്ക് കയറിപ്പോവുകയാണ്. ശരീരത്തിലേക്കൊന്നും കയറ്റിവിടത്തില്ല. കാര്യം ഈ സാധനം കുറച്ച് കഴിയുമ്പോൾ നരച്ചും കുറച്ചുമൊക്കെ ഈ സാധനം പോവും. ശരീരത്തിൻ്റെ കുഴപ്പം അതാ, താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആത്മാവിലേക്കാണ് എപ്പോഴും ശക്തി കയറ്റിവിടുന്നത്. കാര്യം ആത്മാവ് ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യും. നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവും. അപ്പോൾ എപ്പോഴും കൃപയും എപ്പോഴും ആത്മാവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മക്കൾ അറിയണം. ഇൻകണ്ടൻസ് ചെയ്യണതും ഇൻവേർട്ട് ചെയ്യണതും. അതുകൊണ്ടാണ് ഫിലോമിനൊക്കെ എന്താ പറയണത്? ഗലാത്യർ 6:18 എപ്പോഴും അച്ഛൻ പറയണതാണ്. എന്താണ്? കർത്താവിൻ്റെ കൃപ പറഞ്ഞ് നിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. അപ്പം കർത്താവിൻ്റെ കൃപയ്ക്ക് വരാൻ വേറെ കൃപയുടെ പേരെന്താണ്? പവർ, ശക്തി എന്നാ പേര്. ഇപ്പം ശക്തി എവിടെ വരണത്? ആത്മാവിലേക്കാണ് വരണത്. കാര്യം എന്താണ്? ആത്മാവാണ് നിലനിൽക്കുന്നത്. ഇത് ഇങ്ങനെ നിലനിന്ന് പോകും. ഇപ്പം ഈശോ പറഞ്ഞില്ലേ, എനിക്ക് നിനക്ക് ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക്
നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിക്കണില്ലേ? അപ്പോൾ അമ്മയ്ക്കെല്ലാം മനസ്സിലായി പെട്ടെന്ന്. കാര്യം നമ്മുടെ മകൻ ഇനി നമുക്കില്ല. നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചവനെ പോലെയായി. അതാണ് പറഞ്ഞത്. അത് വിടവാങ്ങലാണതേ. ആ ഫൈൻഡിങ് ഇൻ ദി ടെമ്പിൾ എന്ന് പറഞ്ഞത് വിടവാങ്ങലാണ്. അത് ചോദിക്കും, കുടുംബത്തിൽ നിന്ന് 12ാമത്തെ വയസ്സിൽ ഈശോ വിടവാങ്ങിപ്പോവുകയും ഇനി അമ്മയ്ക്ക് ഒരു അധികാരമില്ല. ആർക്കാണ് അധികാരമുള്ളത്? അപ്പനെയാണ് അധികാരമുള്ളത്. അപ്പോൾ എപ്പോഴായാലും അപ്പനും അമ്മയും മക്കളെ സംബന്ധിക്കുമ്പോൾ ഒരു വിടവാങ്ങലുണ്ട്. ബൈബിൾ ആദ്യമേ കാലമേ പറയും, ആദ്യകാലമേ അത് പറയും. മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ എപ്പോഴായാലും ഒരു വിടവാങ്ങലുണ്ട് എന്ന് പറയും. മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നൊക്കെ പറയണത് ഈ വിടവാങ്ങലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിടവാങ്ങലാണ് നമ്മുടെ ശക്തി എന്ന് പറയണത്. നിങ്ങളെ ഈശോ എന്താ പറഞ്ഞത്? വേറെ ഉൾക്കൊണ്ടൊന്നും വേണ്ട, ദൈവത്തിൻ്റെ കയ്യിൽ അവനുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതിയെന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുസ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വലിയ പ്രബോധനത്താൽ ഞങ്ങളുടെ സുവിശേഷ ജീവിതത്തെ ശക്തീകരിക്കുന്ന നന്ദി പറയുന്നു. കർത്താവേ, കർത്താവിനെ ശക്തിപ്പെടുത്തണമേ. ശക്തീകരിക്കണമേ, സ്പർശിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇല്ല. കുറച്ച് പേര് ബാംഗ്ലൂർ, കുറച്ച് പേര് കാനഡ, കുറച്ച് പേര് സ്വിറ്റ്സർലൻഡിൽ, അല്ലേ? കുറച്ച് പേര് കോയമ്പത്തൂർ, ചിലർ ഡൽഹി, അങ്ങനെ പല സ്ഥലങ്ങളിലാണ് നമ്മുടെ മക്കളൊക്കെ ഇരിക്കണത്. അപ്പോൾ നമ്മൾ അവരെ വിളിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ, എടാ പൈസ അയക്കണ, ഇന്നലെ പൈസ വരണ്ടാണല്ലോ, നീ പൈസ അയച്ചില്ലേ? അയക്കാമ്മ, നല്ല പണിയായി. മറ്റവൻ കടിച്ചു കീറാൻ വേണ്ടി വരുന്നുണ്ട്. ആരാണ്? സ്ഥലം മേടിച്ചവൻ. അതിൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ശ്രീധരൻ മേടിച്ച് കൊടുത്തില്ലേ? ആ പാർട്ടിയൊക്കെ നാളെയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നീ എന്ത് പണിയാണ് കാണിക്കണത്? ഞാൻ അയക്കാമ്മ, അത് ഓഫീസിൽ നിന്ന് പേയ്മെൻ്റ് ആയില്ല, എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കും. പക്ഷേ ഞായറാഴ്ചയാണടാ ഇന്ന്, നീ ഇന്ന് പള്ളിയിൽ പോയാന്ന് അമ്മ ചോദിക്കത്തില്ല. അതാണ് പ്രശ്നം വരുന്നത്. അമ്മ കുറേ കാര്യങ്ങൾ ചോദിക്കും അവനോട്, പക്ഷേ ഇത് ഞായറാഴ്ചയാണല്ലോ, നീ രാവിലെ പള്ളിയിൽ പോയില്ലേ എന്ന് ചോദിക്കത്തില്ല. നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കണത് അവനെക്കൊണ്ട് വരുമാനങ്ങളും പൈസയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കണത്. കർത്താവ് പറഞ്ഞ് അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട, അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കൂടെയാണോ എന്നാണ് അമ്മ ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. കൈ അടിച്ച് കർത്താവ് എപ്പോഴെങ്കിലും ഏതെങ്കിലും അവസ്ഥയിൽ എൻ്റെ മക്കൾ ബലഹീനമായി പോയാൽ പിന്നെന്താ ചെയ്യേണ്ടത്? മരിയൻ നിലപാടെന്താണ്? അപ്പം തന്നെ സൈലൻ്റ് അയക്കണം. മനസ്സിലായില്ലേ? അപ്പം തന്നെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ബലഹീനമായി പോയാൽ അപ്പം തന്നെ സൈലൻ്റ് ആകണം. കാര്യം അമ്മയുടെ ഒരു രീതിയാണ്. എന്തിനാണ്? ചാർജിങ് ടൈമാണത്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. നമ്മൾ സൈലൻ്റ് ആകും. എന്താണ്? ഹൃദയത്തെ സംഗ്രഹിക്കും. മദർ സൂപ്പറാണ്. അമ്മയാണ് ജീവിക്കേണ്ട ഒരാളെന്ന് തോന്നണം. ശരിക്കും പഠിച്ചു തീരാത്തൊരു പുസ്തകമാണ്. അമ്മ പറഞ്ഞ ഒരു വാക്ക് കൊണ്ട് നമുക്ക് 10 ബൈബിൾ ഉണ്ടാക്കാൻ പറ്റും. ചാർജിങ് ടൈം എന്ന് പറയും. ചാർജിങ് ടൈം ഏതെങ്കിലും വിഷയം, കടക്കാർ വന്ന് എൻ്റെ തന്തയ്ക്ക് വിളിച്ച ചാർജിങ് ടൈമാണ് നമുക്ക്. കടക്കാർ നമ്മൾ വാങ്ങിച്ചതാണ്, പെരവൊക്കെ വാങ്ങിച്ചത്, മക്കൾക്ക് വിസയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ അവരിപ്പോൾ നമ്മളെ തോന്നിയ മാസം വിളിക്കുക. അവർ പറഞ്ഞിരിക്കുന്നത് നാളെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പൊറുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നാളെ വൈകുന്നേരം. അപ്പോൾ നാട്ടുകടവുമ്പോൾ നമ്മൾ ചീത്തയാകാൻ പോകണം. പക്ഷെ നീ പതറരുത്. കാര്യം എന്താണ്? നിൻ്റെ കൂടെ അമ്മയുണ്ടാവും. കാര്യം എന്താണ്? അമ്മയുടെ മധ്യസ്ഥതയിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോഴത് ചാർജിങ് ടൈമാണ്. നീ അതേക്കുറിച്ച് ചിന്തിക്കണം, അമ്മയെപ്പോലെ ധ്യാനിക്കണം, ഹൃദയം സംഗ്രഹിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ.
ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജീവൻ നട്ടം തിരിയുന്ന അവസ്ഥകൾ, പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ, വഴിമുട്ടുന്ന അവസ്ഥകളിൽ കർത്താവേ ദൈവം കൂടെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഉടമ്പടി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. Praise the Lord. ഈ ചാർജിങ് ടൈമിൻ്റെ ഗുണം എന്താണെന്ന് അറിയാവോ? ചാർജിങ് ടൈമിലാണ് അഭിഷേകം നടക്കുന്നത്. കൃപയുടെ അഭിഷേകം നടക്കുന്നത് ചാർജിങ് ടൈമിലാണ്. ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന സമയമില്ലേ, അതിനാണ് അച്ഛൻ ബലഹീനമാകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചാർജിങ് ടൈമാണ്. നിശബ്ദമായിരിക്കണം. എന്ത് ചെയ്യണം? പ്രെയർ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മ കാനായിലെ കല്യാണത്തിൽ ഈശോനോട് എന്നാ പറയണത്? അവർക്ക് വിഞ്ഞില്ല. അതൊരു പ്രാർത്ഥനയാണ്, ഒരു ചൊല്ലലാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് ഒരു ചൊല്ലലാണ്. ചുണ്ടുകൊണ്ട് പറയണതാണല്ല ചൊല്ലൽ, അല്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ നിറവേറണമെങ്കിൽ ചൊല്ലൽ മാത്രം പോരാണ്ട് വരും, പ്രാർത്ഥന മാത്രം പോരാണ്ട് വരും. അതാണ് 7:21 മത്തായിയുടെ സുവിശേഷം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കണ ഏവനുമല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പം ചൊല്ലൽ മാത്രം പോരാണ്ട് വരും. പിന്നെന്ത് വേണം? ചെയ്ത്ത് വേണ്ടി വരും. ചൊല്ലലും ചെയ്ത്തും വേണം. വേഡ് ആൻഡ് ഡീഡ് ആണ്. വേഡ് ആൻഡ് ഡീഡ്. ചൊല്ലൽ മാത്രം പോരാണ്ട് വരും. പിന്നെന്ത് വേണം? ചെയ്ത്ത് വേണം. പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തി വേണം. അപ്പോൾ ഈശോ പറഞ്ഞ് ഇത് നിറവേറണമെങ്കിൽ എല്ലാം നിറവേറും. വാക്കിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന വാക്കുകളെല്ലാം വാഗ്ദാന രൂപത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം ഉടമ്പടിയും വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. അമ്മ വാഗ്ദാനത്തിൻ്റെ പേടകമാണ്. വാഗ്ദാനത്തിൻ്റെ പേരിൽ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദാനമുണ്ടാകും. എല്ലാം രക്ഷപ്പെടാനുള്ള മാർഗം വാക്കിൻ്റെ ഉള്ളിലുണ്ടാകും. അതാണ് വാഗ്ദാനമെന്ന് പറയണത്. വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ചാൽ തരണത്. നമ്മൾ ഈ അനുഗ്രഹം പ്രാപിക്കുന്ന 2 വിധത്തിലാണ്. ചൊല്ലിയും ചെയ്തുമാണ് ഈ വാഗ്ദാനം പ്രാപിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ വാക്കിൻ്റെ ഉള്ളിൽ ഇരിക്കണത് എന്താണ്? ദാനം. ദാനം എന്തായിട്ടാണ് ഇരിക്കണത്? ശക്തിയായിട്ടാണ് ഇരിക്കണത്. ആരുടെ ശക്തി? ദൈവത്തിൻ്റെ ശക്തി. വാക്കിൻ്റെ ഉള്ളിൽ ദാനം ഇരിക്കണതാണ് വാഗ്ദാനം. വാക്കിൻ്റെ ഉള്ളിൽ ദാനം ഏത് രൂപത്തിലാണ് ഇരിക്കണത്? ശക്തിയുടെ രൂപത്തിലാണ് ഇരിക്കണത്. അതാണ് പൗലോസ് പറയണത്, ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഉള്ളിലിരിക്കണ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ വാഗ്ദാനം നിത്യസാധ്യതയുള്ളതാണ്. ശരിക്കും ഈ ദൈവവചനത്തിൻ്റെ വാഗ്ദാനം, വചനത്തിൻ്റെ ഉള്ളിൽ ശക്തി ഇരിക്കണില്ലേ? റോമ 1:16. ആ ശക്തി റിലീസ് ചെയ്യിക്കാനുള്ള 2 മെത്തേഡാണ്. ഒന്ന് ചൊല്ലലും ചെയ്യലും. അതാണ് മേരിയെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ എലിസബത്ത് പറയുന്നത് എന്താണ്? ഓ മേരി, കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഈ വചനത്തിലുള്ള വാഗ്ദാനം പ്രാപിക്കാൻ, നിറവേറ്റാൻ വേണ്ടി നമുക്കെന്താ വേണ്ടത്? വിശ്വാസം വേണം. ഈ വിശ്വാസത്തിനൊരു പ്രശ്നമുണ്ട്. കാര്യം 2 തരം വിശ്വാസമുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് വിശ്വാസം ഏറ്റു ചെല്ലുമ്പോൾ പ്രാർത്ഥനയാകും. റോമ 10:9. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു ചെല്ലുമ്പോൾ പ്രാർത്ഥനയാകും. വിശ്വാസം പ്രാർത്ഥനയാക്കാം. പക്ഷേ വിശ്വാസം പ്രാർത്ഥനയാക്കിയാൽ മാത്രം ചില കാര്യങ്ങൾ നിറവേറത്തില്ല. ആ ഹെവി ഡ്യൂട്ടിയുള്ള സംഭവങ്ങൾ നിറവേറത്തില്ല. അപ്പോൾ ഈശോ പറയും, നിറവേറാൻ പാടാണ്, സമയത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയും. എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും, ആ ചൊല്ലലിൻ്റെ കൂടെ ഇനി ചെയ്ത്താ വേണ്ടെന്ന് പറയും. ഉടനെ അമ്മ പറയും, അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. കൈയിടിച്ച് കർത്താവ് ഉടമ്പടി ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. അവൻ പറയുന്നത് ചെയ്യാൻ, അമ്മ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി നിബന്ധനകൾ പ്രാപിച്ച് അഭിഷേകം സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. കൃപയാലേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ പറയുന്ന റോമ 1:16, പിന്നെ നമ്മൾ പറയുന്ന യോഹന്നാൻ 2:5, പിന്നെ റോമ 10:9 എല്ലാം ഇൻ്റർകണക്റ്റഡാണ്. ചൊല്ലലും ചെയ്യലുമാണ്. നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും രാവിലെയും പച്ചത്തിരി കത്തിച്ചും നീലത്തിരി കത്തിച്ചും ഒക്കെ ചെല്ലണത് രാവിലെ ചൊല്ലലാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന അവൻ പറയണ പോലെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് അതിനകത്ത് ചെയ്യലെന്ന് പറയണത്. ചൊല്ലൽ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമുണ്ട്. അതിൻ്റെ ചെയ്യലെന്താ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രിസം മിനിസ്ട്രി നന്നായിട്ട് അവർ വിശദീകരിച്ചായിരുന്നു ആ സമയത്ത്. അതായത് പ്രിസം മിനിസ്ട്രി നമ്മുടെ ഉള്ളതാണത്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അതെന്താണ്? ചെയ്യലാ. രോഗിയെ സന്ദർശിക്കുന്നതും ചെയ്യലാ. നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. കൃപാസനം പത്രം വാങ്ങിച്ചിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത് എന്താണ്? ചെയ്യലാണ്. അവൻ പറയണത് പോലെ ചെയ്യലാണ്. പക്ഷേ എൻ്റെ മക്കൾ അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇതൊരു സാങ്കേതികമായിട്ടും ചെയ്യാം, ദൈവസ്നേഹത്തോടെയും ചെയ്യാം. അവിടെയാണ് പ്രശ്നം വരണത്. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ പെർഫെക്റ്റ് ലവിൽ ജനിപ്പിക്കാം, സ്വാഭാവികമായി പുരുഷൻ്റെ ഇച്ഛ കൊണ്ട് ജനിക്കാം. ഇതാണ് വിഷയം വരണത്. രണ്ടും രണ്ട് വിഷയമാണ്. അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങൾക്ക് ദൈവസ്നേഹത്തോടെ ചെയ്യാം, സാങ്കേതികമായിട്ട് നിയമപ്രകാരം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഏത് അരൂപിയിലാണ് നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കും. സ്നേഹത്തിൻ്റെ അരൂപിയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവസ്നേഹത്തോടെ ചൊല്ലാനും ചെയ്യാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കൃപയിൽ നിറയാനും ശക്തിയിൽ അഭിഷേകം പ്രാപിക്കുവാനും എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടി യഥായോഗ്യം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ മക്കൾ വിചാരിക്കേണ്ടത് ഈ ചെല്ലുകയും ചെയ്യുകയും ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന ആ പ്രക്രിയയുടെ സമയത്താണ് കൃപ അഭിഷേകം സംഭവിക്കുന്നത്. അതാണ് ഏകാഗ്രത വേണ്ടി വരുന്നത്. ചെല്ലുമ്പോഴും ചെയ്യുമ്പോഴും വിശ്വാസിക്ക് എന്ത് വേണം? ലുക്ക 2:49 എന്താണ്? യേശുവിൻ്റെ അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ചൊല്ലുമ്പോഴും ചെയ്യുമ്പോഴും ഏകാഗ്രതയോടെയാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഏകാഗ്രത, ക്രിസ്തീയ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ? തുടുമേ സൈമന്മാരായിട്ട് ശുചിമുനയിൽ ഇങ്ങനെ ഒറ്റക്കാരെ തപസ്സീകരണ ഏകാഗ്രതയല്ല. ക്രിസ്ത്യൻ ഏകാഗ്രത എന്ന് വെച്ചാൽ ഡു വിത്ത് ലവ് ഓഫ് ഗോഡ്. കൈ അടിച്ച് കിടത്താണ്. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ ദൈവസ്നേഹത്തോട് നിർവഹിക്കാൻ, ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോട് നിവർത്തിക്കാൻ, അവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ദിവ്യകാരുണ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യണതും ചെയ്യുമ്പോൾ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നതിനാണ് പ്രവർത്തനപരമായ സുവിശേഷവിഹിതമായ സൈലൻസ്. അതൊരു മരിയൻ സൈലൻസാണ്. വി ആർ ഫോളോയിങ് മേരി ആസ് എ മീഡിയം. എന്തിനാണ് നമ്മൾ ചെയ്യണത്? എന്താണ്? മരിയൻ മിഷനാണ് ചെയ്യണത്. മരിയൻ മിഷൻ എന്നാ? വചനം ഉദരത്തിൽ സ്വീകരിക്കുക, വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക, പ്രാർത്ഥിച്ച് അതിനെ പക്വമാക്കുക, ലോകത്തിന് പ്രസവിച്ച് കൊടുക്കുക, ഈശോയെ ലോകത്തിന് കൊടുക്കുക. ഇതെല്ലാം ചെയ്യണേ എങ്ങനെ? ഔട്ട് ഓഫ് ലവ്. ഇതെല്ലാം ചെയ്യണേ എങ്ങനെ? ദൈവസ്നേഹത്തോടെ. നിങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ഉത്കണ്ഠപ്പെടുന്നത്. അതാണ് ഈശോ പറയണത്. അമ്മയെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നത്, ഈശോനെക്കുറിച്ചല്ല. ഈശോനെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടേനാ. അങ്ങനെയുള്ള മാനുഷിക ഉത്കണ്ഠകൾക്കിനി പ്രൊവിഷൻ ഇല്ലെന്നാണ് പറയണത്. അതാണ് ഈശോ ചോദിക്കുമ്പോൾ 2:48 അമ്മ ചോദിക്കുമ്പോൾ ഈശോ പറയണത്. ഞാൻ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ പറയും,
ഉത്കണ്ഠ. ഇനിയുള്ള കാര്യങ്ങൾ വേണ്ടത് ദൈവപിതാവിൻ്റെ തിരുമനസ്സ് ഞാൻ നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ, പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ വേപടതനായിരിക്കുന്നോ ഇല്ലയോ, സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് മരിയൻ ഉത്കണ്ഠ വരേണ്ടത്. ശരിക്കും അങ്ങനെ വരുമ്പോൾ ആന്തരിക അഭിഷേകം സംഭവിക്കും. ഇപ്പോൾ എന്താ അവർക്ക് സംഭവിച്ചത്? അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആന്തരിക അഭിഷേകം കൊണ്ടാണ് മദ്യപാനം മാറുകയാണത്. അതായത് ആന്തരിക അഭിഷേകം കിട്ടിയാലാണ് ഈ ശീലങ്ങളെല്ലാം മാറും. ആന്തരിക അഭിഷേകത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, അല്ലേ? ഐസയ്യ 43:2. അപ്പോൾ അഗ്നിയിലൂടെയാണ് അവർ നടക്കണത്. കാര്യം എന്താണ്? 2 മക്കൾ അവർക്ക് യൗവനപ്രായത്തിൽ നഷ്ടപ്പെട്ടു. അഗ്നിയിലൂടെ നടക്കത്തില്ല എന്നല്ല, ഈ മനുഷ്യൻ ഈ ഭൂമി വരുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളമുള്ളതുപോലെ തീയും ഉണ്ടാകും. വെള്ളമുള്ളതുപോലെ തീയും ഉണ്ടാകും. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ വെള്ളത്തിലൂടെ പോകും, ചില സമയത്ത് നിന്നെ അഗ്നിയിലൂടെ പോകും. അതുകൊണ്ടാണ് നീ സമുദ്രത്തിലൂടെ സഞ്ചരിക്കും, സമുദ്രം നിന്നെ മുക്കത്തില്ല എന്ന് പറയും. അതെല്ലാം ഐസയ്യ 43:2. തീയും വെള്ളവും ഒക്കെ ഈ ഭൂമിയിലുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങളാണ്. മരണവും വിവാഹവും ഒക്കെ, മക്കൾ ജനിക്കുന്നതും മരിക്കണമൊക്കെ ഈ ലോകത്തുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല ദൈവം നോക്കണത്. വാട്ട് യു ഫീൽ, നിങ്ങളത് എങ്ങനെ അനുഭവിക്കുന്നുവെന്ന്, എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഈശോയും നോക്കുന്നത്. അതിനെന്ത് ചെയ്യണം, എങ്ങനെ അഭിമുഖീകരിക്കണമെങ്കിലും അഗ്നിയിലൂടെ നടന്നാലും അഗ്നിയുടെ പൊള്ളൽ അറിയാതിരിക്കാൻ വേണ്ടി എന്നാ ചെയ്യണം? ആന്തരിക കൃപയുടെ അഭിഷേകം വേണം. അതിനാണ് ചൊല്ലലും ചെയ്യലും. ചെല്ലുമ്പോഴും ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കലും പ്രവർത്തിക്കുമ്പോഴും കൃപയുടെ ആന്തരിക അഭിഷേകം എൻ്റെ ആത്മാവ് സംഭവിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിന് കവറിങ് കിട്ടുന്നുണ്ടോ, അതാണ് ദൈവം നോക്കണത്. ദൈവം ഉള്ളിലോട്ടല്ലേ നോക്കണത്. അപ്പം അതുകൊണ്ട് ആ ഒരു ആന്തരിക അഭിഷേകം കിട്ടിയത് കൊണ്ടാണ് അവർ പറയണത്, ആ സഹനത്തിന് അതിജീവിക്കാനുള്ള കൃപ എനിക്ക് കിട്ടിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്താൻ കാരണം അതാ. കാര്യമെന്താ? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ. അപ്പം ശത്രുവിൻ്റെ സകല ശക്തികൾ എപ്പോഴായാലും ഇവിടെ പ്രബലമാണ്, ആദ്യം മുതലേ ഉണ്ട്. ശത്രുവിൻ്റെ സകല ശക്തികളില്ലേ 10:9, ലൂക്കാ 10:9, ശത്രുവിൻ്റെ സകല ശക്തികൾ അതിവിടെ ഉണ്ട്. മിത്രമുള്ളതുപോലെ ശത്രുവുമുണ്ട്, മഴയുള്ളതുപോലെ വെയിലുമുണ്ട്. അതിൽ പ്രപഞ്ചത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ്. ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോണത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സാക്ഷ്യം കേട്ടില്ലേ? സത്താം വർഷിപ്പുകാരൻ്റെ എംബ്ലം കോളേജിൻ്റെ മുഖവാരത്തിൽ ചില്ലിൽ പ്രതിഷ്ഠിച്ചിരിക്കുക. വിശ്വാസി അവിടെ ചെന്നപ്പോൾ അവനത് മനസ്സിലായി, ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെന്ന്. അത് അതിൻ്റെ ഉടയക്കാർക്കും അധികാരികൾക്കും ഒന്നും അതിനെക്കുറിച്ച് ബോധരല്ല. അവരതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്താ ചെയ്തിരിക്കുന്നത്? ശത്രുവുണ്ട്. കോളേജിൽ നിന്ന് ആൾക്കാർ വിട്ടുവിട്ട് പോകണ്ടില്ലേ വരുന്നത് 1 by 1. ടീച്ചർമാർ ജോലി കിട്ടി വേറെ സ്ഥലത്തേക്ക് ജോലി തേടി പോകുന്നു, കുട്ടികൾ വേറെ സ്കൂളിലേക്ക് പോകുന്നു, ആകപ്പാടെ അന്തഛിദ്രം. ആ വിശ്വാസി അവിടെ ചെന്നപ്പോൾ അവനത് ബോധ്യപ്പെട്ടു, ഇതാണ് സംഭവം എന്ന്. സാത്താനെയാണ് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കണമെന്ന് വിളിച്ചു ചോദിച്ചപ്പോഴും കറക്റ്റ് കാര്യമാണ്. എന്നാ ചെയ്യണത്? വടയക്കാർക്ക് പറഞ്ഞിട്ട് അവർ മനസ്സാകണമില്ല, എടുത്ത് മാറ്റണമില്ല. പിന്നെന്ത് ചെയ്ത്? അമ്മയുടെ നാമത്തിൽ, അമ്മയുടെ മധ്യസ്ഥത ഈശോ നാമത്തിൽ വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവരാ ചെയ്യണ ചീത്ത് കണ്ടില്ലേ? ഉടമ്പടി ഉപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ചോദിക്കും ഉപ്പിട്ടാ തീരുവാന്ന്. തീരുവായില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ച യൂട്യൂബിൽ കിടക്കുന്ന സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി. കള്ളനെ പിടിക്കാനും മൂർഖനെ പിടിക്കാനും ഒക്കെ ആൾക്കാരിപ്പോൾ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. എത്ര സാക്ഷ്യങ്ങളാണ് കിടക്കുന്നത്. ഇപ്പം എന്താ? സത്താം വർഷിപ്പിൻ്റെ എംബ്ലത്തിൻ്റെ താഴെ കൊണ്ടുപോയി ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയിടുകയാണ്. 3-ാം ദിവസം ഈ സാധനം പൊക്കിയെടുത്ത് മാറ്റും. കാര്യം എന്താണ്? ലൂക്കാ 10:9. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടു നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കും, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് കൈയിട്ടിച്ച് കിടന്നാണ്.
ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും കർത്താവേ ജീവിക്കുന്ന സാക്ഷ്യമായി മാറാൻ ഉടമ്പടിയിൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കരങ്ങളുയർത്തി ഇതൊക്കെ കൊണ്ട് ഇടണ്ടേ, ഇതൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഇടണ്ടേ നമ്മളെ. അതിനാണ് ഈ അധികാരം എന്ന് പറയണത്. അധികാരം, അത് ആ ബോധമുണ്ട്. ഉടമ്പടി ചെയ്തവന് ഞാനും ദൈവവും പരിശുദ്ധ തമ്മിലെ മധ്യസ്ഥത്തിൽ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ വാഗ്ദാനമായിട്ട് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ആ പവർ കിട്ടുന്നത്. അതാണ് അവരെ കൊണ്ട് വിശ്വാസ പ്രമാണം ഭയങ്കരമല്ലേ, അത് ചെല്ലിയാണ് ഈ സംഭവം കൊണ്ട് ഇടുന്നത്. ഇപ്പം എത്ര സാക്ഷ്യമായി ഉപ്പിനോട് ബന്ധപ്പെട്ട് വരണ സാക്ഷ്യങ്ങൾ. അതെന്താണ്? ഇത് ചെയ്യാനൊരു അധികാരം നിനക്കുണ്ട്. എന്താ അധികാരമുള്ളത്? വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന അധികാരമാണ്. പക്ഷേ വിശ്വസിക്കുന്ന ക്വാളിറ്റേറ്റീവ് ഫെയ്ത്ത് ഉണ്ട്. സാധാരണ അലകൊഴുമ്പം വിശ്വാസമുണ്ട്, കട്ടൻ്റെ വിശ്വാസം. ഞങ്ങൾ നിങ്ങളോട് കോംപ്രമൈസ് കാണിക്കാത്തത് എന്താ? നിങ്ങളെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തിട്ടാ. ചില ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, നാത്തുവിനെ കൊണ്ട് പത്രം എടുപ്പിക്കും, എന്നിട്ട് ചീട്ടും കൊണ്ട് വരും. അപ്പോൾ ഇവിടെ പടയാവും കൃപാസനത്തിൽ. വേറെ ധ്യാനക്ക് എന്തെങ്കിലും ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ വിശ്വസ്തത അല്പം തെറ്റിയാൽ ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻസ് മാറും. കാര്യം അതിൻ്റെ കണക്ഷൻസ് ആവശ്യമില്ലല്ലോ, അതിൻ്റെ കണക്ഷൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ കാര്യം എന്താ? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തോട് ചെയ്യിക്കുന്ന ഉടമ്പടിയാണ്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? ഞങ്ങൾക്കുണ്ടത്. ഇപ്പം ഞങ്ങൾ നിങ്ങളെ കുറ്റം പറയും, ഇവിടുത്തെ പ്രവർത്തകർ റഫാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉടമ്പടി പാലിക്കുന്നുണ്ടെന്ന് മാത്രമേ ഞങ്ങൾ നോക്കത്തുള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഞങ്ങളുടെ കസിനാണോ അമ്മയുടെ അനിയത്തിയാണോ അതൊന്നും ഇവിടെ അങ്ങനെ റിലേഷൻസ് ഒന്നുമില്ല. ആരുടെയും റിലേഷൻസ് ഇല്ല ഇവിടെ. റിലേഷൻസ് എന്താ? നിങ്ങൾക്ക് ദൈവവുമായിട്ട് റിലേഷൻസ് ഉണ്ടോ, അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾ സത്യസന്ധരാണോ, അത് നിങ്ങൾ വിശ്വസ്തരാണോ എന്നെങ്കിൽ നമുക്ക് ഈസിയാണ് വിഷയങ്ങൾ. കാര്യമുണ്ടാണ്. വിശ്വസ്തത എന്ന് പറഞ്ഞ ഒരു അധികാരമാണ്. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അവർ പാമ്പ് സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായി എന്ത് കഴിച്ചാലും അവർക്കൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. അതെന്താണ്? അടയാളമാണ്. അതാണ് 16-17 മർക്കോസിൻ്റെ സുവിശേഷം. ഇതെല്ലാം കൃപയുടെ അഭിഷേകവുമായി ബന്ധപ്പെട്ടതാണ്. ചില സമയത്ത് കൃപയ്ക്ക് അധികാരമെന്ന് പറയും, ചിലപ്പോൾ ശക്തി എന്ന് പറയും, ചിലപ്പോൾ അടയാളമെന്ന് പറയും. ഇതെല്ലാം എന്താ സംഭവിക്കണത്? ഇതെല്ലാം കൃപയുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. ഉടമ്പടിയും കൃപയും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ആ കൃപ ഒരേ സമയം ശക്തിയാണ്. ആ ശക്തി നമ്മൾ വിശ്വസിച്ച് റിലീസ് ചെയ്യുമ്പോൾ ബോഡിയിൽ അത് സൗഖ്യമായി മാറുന്നു. നിൻ്റെ IELTS വിദ്യാഭ്യാസ, വീട്, വിൽപ്പന, സ്ഥലങ്ങൾ, ഭൗതിക ജീവിത മണ്ഡലങ്ങളിൽ അത് അനുഗ്രഹമായി മാറുന്നു. നിൻ്റെ ആത്മാവിൽ അത് കൃപ നിത്യജീവനായി മാറുന്നു. എല്ലാം ഉടമ്പടിയിലൂടെ ക്രമാനുഗതമായിട്ട് നമ്മളെ ദൈവം വളർത്തിക്കൊണ്ട് വരികയാണ്. ആ ഒരു ബോധത്തിൽ വേണം എൻ്റെ മക്കളെ ഈ വിഷയവുമായി പുരോഗമിക്കാൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടി ശക്തിയായി, കൃപയ്ക്ക് മേൽ കൃപയായി, കർത്താവേ അടയാളങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കണമേ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. Hallelujah. The fire finger, soak with the precious blood. Lord, increase your spirit. Lord, increase your spirit of power and grace. Hallelujah, hallelujah. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഡേറ്റിന് നിയോഗം വെച്ചിരിക്കുന്ന എല്ലാ നിയോഗത്തിന്റെ മേലും അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയ സന്ദർഭങ്ങളുടെ മേൽ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യക്ഷയായ പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യേശുവേ ആരാധന. കുടുംബത്തിലേക്ക് മാനസിക പീഡകൾ അനുഭവിക്കുന്നവരെ, മറ്റുള്ളവരുടെ സങ്കടപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അതെല്ലാം വിശുദ്ധ രക്തത്താൽ കഴുകാൻ വേണ്ടി ഈശ്വരനോട് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുക. സംശയരോഗമാകാം,
ഭർത്താവിൻ്റെ മദ്യപാനമാകാം, മക്കളുടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ആകാം. ചില കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, ഏത് സമയത്ത് മൊബൈലും വെച്ചുകൊണ്ടിരിക്കുക, പഠിക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, കറക്കം, അവർക്ക് തന്നെ അറിയത്തില്ല. നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ അലഞ്ഞ് നടക്കണ കാണാം. മക്കളെല്ലാം സമർപ്പിക്കുക, പരിശുദ്ധ അമ്മയോട് ചേർത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുക കുഞ്ഞുങ്ങളെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus, pour out your spirit. കർത്താവേ, വിശുദ്ധ രക്തത്താൽ മക്കളെ തളിക്കപ്പെടട്ടെ, കുടുംബത്തിലെ തളിക്കപ്പെടട്ടെ, യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നിറയുകയാണ്, കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്, തത്സമയ സൗഖ്യങ്ങൾ നിറയുകയാണ്. മാറി താമസം, കയറി താമസം, വാടകയ്ക്ക് പോണത്, തിരിച്ചു വരുന്നത് ഒക്കെ ഡേറ്റ് ഇടുക. നിൻ്റെ ഇൻ്റർവ്യൂ, ടെസ്റ്റ്, നൈപുണ്യ പരീക്ഷ, മത്സര പരീക്ഷ, യോഗ്യതാ പരീക്ഷ, വ്യത്യസ്തങ്ങളായ എല്ലാ ലൈഫ് കരിയറിനും ഇപ്പോൾ ഡേറ്റ് ഇടുക. ആ ഡേറ്റുകളെല്ലാം സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി ആണ് സമർപ്പിക്കേണ്ടത്. ദിവ്യകാരുണ്യം ഇവിടെ എഴുന്നള്ളിരുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ആരാധനയിൽ നമ്മൾ പരിശുദ്ധ അമ്മ വഴി ഡേറ്റ്, സമയഘടികാരം ചാർത്തിയല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് സമയത്തിൻ്റെ മേൽ മധ്യസ്ഥാധികാരമുള്ളത് കൊണ്ടാണ് ദിവ്യകാരുണ്യ ആരാധന സമയത്ത് നമ്മൾ ഡേറ്റ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം. ഇങ്ങനെ ലോകത്ത് ഒരിടത്ത് മാത്രമേ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ എവിടെയെല്ലാം ഇരിക്കുന്ന മക്കൾ മൊബൈലിൽ ഒക്കെ ഇത് കൂടുന്നവർ ഈ സമയത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. എല്ലാ കേസ്, കോടതി, വിസ്താരം, സ്ഥലമളവ്, വാഹനങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന എന്താ ഡേറ്റ് അല്ല. ദൈവം അറിയാതെ ഒന്നും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പറ്റുന്നതൊക്കെ എടുത്തോളം എല്ലാം ഭർത്താവും ഭാര്യയുമായിട്ട് ഒത്തുപോവുക. 50% പോലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിലും പറ്റുന്ന അത്രയും കൃപയാർജിക്കാൻ വേണ്ടി നീ ദൈവത്തിന് വേണ്ടി ആ ജോലി ഏറ്റെടുക്കുക. വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit. The fire of Him cast soak with the precious blood. I cast this Son who cast from you. I God the Father Almighty, He made a heaven and earth. The wishes for those who seat us at us in the creations prosper. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയിലെത്തിക്കുക. കൃഷ്ണൻ്റെ അടയാളം ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ നാമത്തിനായി സമാപന ആശീർവാദം. വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. സ്വർണം സൂക്ഷിക്കേണ്ടതാ. വിശ്വാസപ്രമാണം ചൊല്ലുക. Lord Jesus Christ, pour out Your Spirit to the fire of Your care, soak with the precious Spirit, and to the Total Catholic Church with the power of Jesus Christ, with the meditation of Holy Priesthood, and bless and Holy Spirit, those used in our grace and peace and power. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നിർത്തവസ്തുക്കൾ ഉയർത്തിപ്പിടുന്ന കർത്താവ് നിങ്ങളെ ആസ്വദിക്കാൻ പോകുകയാണ്. ഉടമ്പടി കൃപയുടെ പ്രാർത്ഥനയാണ്, ശക്തിയുടെ പ്രാർത്ഥനയാണ്, അടയാളങ്ങൾ ചൊരിയുന്ന പ്രാർത്ഥനയാണ്. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചിരിക്കട്ടെ. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലിരിക്കുന്നവര് ഇപ്പോൾ കരങ്ങൾ ഉയർത്തി മനമുയർത്തി പ്രാർത്ഥിക്കട്ടെ, നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ സ്പർശിക്കുകയാണ്, ഈശോ നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കുകയാണ്, കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം.